ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് പ്രിൻ്ററെ കുറിച്ചാണ്. നമുക്ക് മാർക്കറ്റിൽ ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, പിന്നെ ലേസർ പ്രിൻ്റർ, പിന്നെ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ, അങ്ങനെയാണ് പ്രിൻ്റർ ഉള്ളത്. നിങ്ങൾക്ക് ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വാങ്ങുക ഇങ്ക് ജെറ്റ് പ്രിൻ്റർ അല്ലെങ്കിൽ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ. ലേസർ പ്രിൻ്റർ വാങ്ങൽ കുറവാണ്, എന്തെങ്കിലും വാങ്ങലുണ്ട് ആൾക്കാർ. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെങ്കിൽ നിങ്ങളൊരു വീട്ടിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരാഴ്ചയിൽ ഒരു 10-15 പേപ്പർ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് വാങ്ങുന്നത് ഇങ്ക് ടാങ്ക് പ്രിൻ്ററും അല്ലെങ്കിൽ ലേസർ പ്രിൻ്ററാണ്. നിങ്ങൾക്ക് കളറും കൂടി വേണമെങ്കിൽ ലേസർ പ്രിൻ്റർ വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഈ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ തന്നെ വാങ്ങണം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുറേ പ്രിൻ്റർ കാണാം. പക്ഷെ അവർ പറയും നിങ്ങൾക്ക് വീട്ടിലേക്കല്ലേ, അതുകൊണ്ട് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ എടുത്തോന്ന് പറയും. ആ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിന് ഏകദേശം 3000-4000 റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഇങ്കിനാണ് കോസ്റ്റ്. ഇങ്കിന് ഏകദേശം ഒരു ഇങ്കിന്, ബ്ലാക്ക് ഇങ്കിന് 800-900 രൂപ വരും. അതേപോലെ തന്നെ കളർ ഇങ്കിനും ഏകദേശം 1000 റേഞ്ചിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അത് ഒരു 200 പേജേ കിട്ടുള്ളൂ. പിന്നെ ഇങ്ക് പ്രിൻ്റർ ബ്ലാക്കിലും 200, കളറിൽ ഇങ്ക്. അതുകൂടാതെ അത് ഇങ്ക് കട്ട കെട്ടിയിട്ടും പോവും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ലെങ്കിൽ കട്ട കെട്ടുന്ന കാരണം നിങ്ങളത് വാങ്ങാൻ നിൽക്കുക. നിങ്ങൾ കഴിയുന്നതും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 10 പേജ് എടുക്കാനുണ്ടെങ്കിൽ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടാങ്ക് പ്രിൻ്ററിൽ നിങ്ങളൊരു ഒരാഴ്ചയിൽ ഒരു 1-2 പേജ് എടുത്തു കഴിഞ്ഞാൽ അത് കട്ട കെട്ടൂല, അതുകൊണ്ട് അത് ബെറ്ററാണ്. മറ്റൊന്ന്, നിങ്ങൾ ലേസർ പ്രിൻ്ററാണ്. അത് ലേസർ പ്രിൻ്ററാകുമ്പം കറണ്ട് കുറച്ച് കൂടുതൽ വേണം, അത് കുറച്ച് ഫാസ്റ്റായിരിക്കും, ബ്ലാക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ഓൾമോസ്റ്റ് ഷോപ്പിലൊക്കെ അല്ലാന്ന് കാണുന്നത്, ഓഫീസിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമനുസരിച്ച് പ്രിൻ്റർ വാങ്ങുക. വെറുതെ ഒരു പ്രിൻ്റർ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ പൈസയ്ക്ക് പ്രിൻ്റർ കാണുമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്കുള്ള അനുഭവവും ഞാൻ കാണുന്ന സർവീസിന് പോയിട്ട് കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സത്യസന്ധതയോടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് എനിക്ക് ഇതിന് വേണ്ടിയിട്ടല്ല, ഒരു ചാനലിന് വേണ്ടിയിട്ടല്ല, എനിക്കുള്ള അനുഭവം